ഹലോ എവരിവൺ, എല്ലാവർക്കും ACDB അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സുഖം വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള PSCയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കേരള PSCയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ പറഞ്ഞ SC/ST കാറ്റഗറി പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക്, ഒരു അസിസ്റ്റന്റ് വിഭാഗത്തിൽ പറഞ്ഞ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിട്ടുള്ളത്. കേരള പോലീസിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, കേരള പോലീസിലേക്കാണ് ചെയ്യുന്ന പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത്. SC/ST കാറ്റഗറി പെടുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പോസ്റ്റ്, അതേപോലെ എന്താണ് സാലറി സ്കെയിൽ, അതേപോലെ തന്നെ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് വരുന്നത്, അതേപോലെ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ വീഡിയോയിലേക്ക് കൂടി ചെയ്യുന്നു സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, റെഡിയല്ലേ? നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കേരള PSCയിലേക്കുള്ള ഗസറ്റ് ഡേറ്റ്, ഈ പറഞ്ഞ പുതിയ കാറ്റഗറി നമ്പറായിട്ടുള്ള 293/2025 എന്ന കാറ്റഗറി നമ്പറിൽ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഗസറ്റ് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 3/8/2025 ആണ് ചെയ്യുന്നത് ഗസറ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 3/10/2025 ആണ്. ഓക്കെ, 3/10/2025 ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആണ്. എന്തെന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് ചെയ്യുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഡിപ്പാർട്ട്മെന്റ് ഏതാ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ചെയ്യുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ചെയ്യുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ചെയ്യുന്നത് കേരള PSC പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ട്? കേരള പോലീസിന് കീഴിൽ, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ എന്താണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ചെയ്യുന്നത് കേരള PSC പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന സ്പെഷ്യൽ കാറ്റഗറി, ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നമ്മുടെ ഈ പറയുന്ന SC/ST വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ശമ്പള സ്കെയിൽ നോക്കിയാണല്ലോ. ഓക്കെ, ഇപ്പം സാലറി സ്കെയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ശമ്പള സ്കെയിൽ നോക്കുകയാണെങ്കിൽ 59,300 മുതൽ 1,20,900 വരെയാണ് ചെയ്യുന്നത് ശമ്പള സ്കെയിലായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. എത്രയാണ്? 59,300 മുതൽ 1,20,900 വരെയാണ് ചെയ്യുന്നത് അതിന്റെ ശമ്പള സ്കെയിലായിട്ട് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത്. ഓക്കെ, പ്രധാനമായിട്ട് അതിന് വേക്കൻസി ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു വേക്കൻസിയാണ് പ്രധാനമായിട്ട് പറയുന്നത് SC/ST കാറ്റഗറീസ് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് അപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ www.keralapsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അയക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അയക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന പ്രൊഫൈലൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അയക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ആദ്യം തന്നെ പറയട്ടെ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷന് വിളിച്ചിട്ടുള്ളത്. ഏജ് ലിമിറ്റ് ആയിട്ട് കേരള PSC പറയുന്നത് 25 വയസ്സ് മുതൽ 41 വയസ്സ് വരെയാണ് ഇത് പറയുന്നത് ഇതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ്? 25 വയസ്സ് മുതൽ 41 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ കൃത്യമായിട്ട് പറയുന്നുണ്ട് only candidates born between 2/1/1984 and 1/1/2000 both dates included എന്ന് കൊടുക്കുന്നത്. അതായത് പറയുന്ന 2/1/1984 1/1/2000 ഇടയിൽ ജനിച്ചിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ പറഞ്ഞ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, റിലാക്സേഷൻ in age limit in case of approval of the 10 general rules of the Kerala State Disciplinary Service 9 shall not apply to the appointment under these rules എന്നുള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ graduation from a UGC recognized university of or national institute established by the government of India, institution established by the government of Kerala or its equivalent qualification എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനിൽ കീഴിൽ അതിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്രാജുവേഷൻ ഏതെങ്കിലും ഡിഗ്രിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതോ അല്ലെങ്കിൽ ഈ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IIT, NIT, IISc ബാംഗ്ലൂർ പോലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. പല പ്രോമിനന്റ് ആയിട്ടുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ഒന്നിലായിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് കേരള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കേരള അല്ലെങ്കിൽ കാലിക്കറ്റ് ഗവൺമെന്റ് കീഴിലുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി കിട്ടിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഡിഗ്രീസ് ഓർ ഡിപ്ലോമസ് awarded by the UGC approved by the university or institution established by the act passed by the parliament or state legislative assembly ordinance with the conditions laid on the dated 17/7/1965 are accepted for the appointment in the government services എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന 1965 കാലഘട്ടത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള നിയമം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പറയുന്ന ഡിഗ്രി, ഡിപ്ലോമ എന്നീ ഈ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിഗ്രി, ഡിപ്ലോമ ഉള്ളവർക്ക് ഈ പറയുന്ന നിബന്ധനകൾ പ്രകാരം ഓക്കെ ആ പറയുന്ന അവർ കൊടുത്തിട്ടുള്ള നിബന്ധനകൾ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന എല്ലാ നിബന്ധനകളും നിങ്ങൾ നോക്കണം. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന അപേക്ഷ അയക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന ഡിപ്ലോമ മറ്റു സംവിധാനങ്ങളൊക്കെ ഈ പറയുന്നത് അക്സെപ്റ്റ് ആണോ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന ഡിപ്ലോമ ഉള്ളവർക്ക് മറ്റു എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയക്കാൻ സാധിക്കുകയുള്ളൂ.
ഓക്കെ, ഡിഗ്രി ഉള്ളവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ സാധിക്കും. ഓക്കെ 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 അതേപോലെ തന്നെ ട്രെയിനിങ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എവരി പേഴ്സൺ അപ്പോയിന്റ് ടു ദ പോസ്റ്റ് ഷാൾ അണ്ടർഗോയിങ് സർവീസ് ട്രെയിനിങ് ഫോർ എ പീരീഡ് ഓഫ് 6 months എന്നുള്ളതാണ്. ഓക്കെ അതായത് 6 മാസത്തേക്ക് എന്ത് ചെയ്യും, പറയുന്ന ട്രെയിനിങ് മറ്റും എന്ത് ചെയ്യും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന institutions to be decided by the state police chiefs during the period of training. The candidates shall be paid minimum scale of pay of allowances attached to the post period training shall be counted for the probation എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൊബേഷൻ മുമ്പായിട്ട് പറയുന്ന സാലറി മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യും ലഭിക്കുന്നത് ആയിരിക്കും. ഓക്കെ, അതുപോലെ പ്രൊബേഷൻ പീരീഡിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എവരി പേഴ്സൺ അപ്പോയിന്റ് ദ പോസ്റ്റ് അണ്ടർ ദ റൂൾ shall from the date on which the person joins the training for the post be probation for a total period of 2 years on duty within the continuous period of 3 years. 2 വർഷം മുതൽ 3 വർഷം വരെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊബേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എല്ലാ പേഴ്സൺസും അല്ലെങ്കിൽ എല്ലാ ആളുകളും എന്ത് ചെയ്യണം, ഇത്തരത്തിൽ പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നവർ ഈ പറയുന്ന ആദ്യമേ തന്നെ ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം അറ്റൻഡ് ചെയ്തതിനു ശേഷമായിരിക്കും ഇപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മറ്റും എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഈ പറയുന്ന അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ സുഹൃത്തുക്കളും എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്ത് 25 മുതൽ 41 വയസ്സ് വരെയാണ് പ്രായം എന്ന് പറയുന്ന ഡിഗ്രിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വലിയ സംവിധാനങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. ഓക്കെ, വലിയ ഫിസിക്കൽ കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഒരു യൂണിഫോം പോസ്റ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല പോസ്റ്റാണ്, നല്ല സാലറി സ്കെയിലും കൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേക്കൻസി കുറഞ്ഞു പോയതുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കാവുന്നിരിക്കുന്നു. ഓക്കെ, നല്ല രീതിയിൽ അപേക്ഷിക്കുക, നല്ല രീതിയിൽ പഠിക്കുകയും കൂടെ വേണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എല്ലാ സുഹൃത്തുക്കളും ഇപ്പോൾ SC വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളും എന്താണ്, നിങ്ങളുടെ അപേക്ഷ നിങ്ങളെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് അയക്കുക, നല്ല രീതിയിൽ പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന അവസാന തീയതിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 3/10/2025 രാത്രി 12 മണി വരെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ www.keralapsc.gov.in വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപേക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അത്തരത്തിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്ങനെ നമ്മുടെ ഏജ്ഡ് ബാക്കർ നിങ്ങൾക്ക് വേണ്ടി സല്യൂട്ട് എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നീ പസ്തയിലേക്ക് പഠിക്കുന്നവരാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ നല്ല ബാച്ചാണ് നമ്മുടെ സല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസിലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. ഓക്കെ, നിങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബാച്ചോട് ബന്ധപ്പെട്ടാൽ ഈ പറയുന്ന റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പുതിയ അപ്ഡേറ്റുകൾക്ക് അതേപോലെ പുതിയ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ നിന്ന് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ അതേപോലെ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടതായിട്ട് ഗൂഗിൾ ഫോമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് അവിടെ കയറി നിങ്ങളുടെ സജഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് മറ്റും എന്ത് അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ച് സെറ്റായിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ജോലി കിട്ടട്ടെ ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.